വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിലെ 2 കുട്ടികളെ കാണാതായി. കാടർ വീട്ടിൽ സുബ്രൻ മകൻ സജിക്കുട്ടൻ, രാജൻ മകൻ അരുൺ എന്നിവരെയാണ് കഴിഞ്ഞ 2-ാം തീയതി മുതൽ കാണാതായത്. അരുൺ വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥിയാണ്. കോളനിയിലുള്ള മിക്ക കുടുംബങ്ങളും വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനു വേണ്ടി കാട്ടിനുള്ളിൽ താമസിക്കുന്നതിനാൽ കുട്ടികളെ കാണാതായ വിവരം വെള്ളിയാഴ്ച രാവിലെയാണ് സജിക്കുട്ടന്റെ സഹോദരി ചന്ദ്രിക പോലീസിൽ അറിയിച്ചത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വെള്ളിക്കുളങ്ങര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പോലീസും വനപാലകരും കോളനിയിലുള്ള വ്യക്തികളും മുൻ പഞ്ചായത്ത് അംഗം ജോയ് കാവുങ്ങലിന്റെ നേതൃത്വത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരും ചേർന്ന് ശാസ്താംപൂവം മേഖലയിലെ വനത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടികളെ കണ്ടെത്താനായില്ല. വനത്തിലെ ആനപ്പാന്തം, ചേറങ്കയം, പടിഞ്ഞാക്കരപ്പാറ എന്നീ പ്രദേശങ്ങളിലാണ് ഇവർ തിരച്ചിൽ നടത്തിയത്. കാണാതായ കുട്ടികൾ സാധാരണയായി കാട്ടിൽ പോകാറുള്ളവരല്ലെന്നാണ് കോളനിയിലുള്ളവർ പറയുന്നത്. സജിക്കുട്ടന്റെ പിതാവ് സുബ്രൻ ഏതാനും വർഷം മുൻപ് പാലപ്പള്ളി വനത്തിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ്. അരുണിന്റെ അച്ഛൻ രാജനും മരിച്ചുപോയതാണ്. അമ്മ പുഷ്പ മാനസിക വെല്ലുവിളികൾ നേരിടുന്നയാളാണ്. കുട്ടികൾ ഇരുവരും കവണ ഉപയോഗിച്ച് പക്ഷികളെ വേട്ടയാടാറുള്ളവരാണ്. ഇങ്ങനെ വേട്ടയാടുന്നതിനിടെ വഴിതെറ്റി കാട്ടിൽ അകപ്പെട്ടു പോയിരിക്കാമെന്നാണ് കരുതുന്നത്. കാട്ടാനകൾ കൂട്ടമായി വിഹരിക്കുന്ന വനമേഖലയിൽ കുട്ടികൾക്കായുള്ള തിരച്ചിൽ ഏറെ ശ്രമകരമാണ്.